അസ്ലംക്ക് ഇന്നലെ സലാംക്ക് അതിനെല്ലാം അപ്പം തന്നെ വിട്ടു. ഞാൻ ലൈവിൽ ചെയ്ത ലൈവിൽ തന്നെ വിടും. ഞാൻ ലൈവ് ഇല്ലാത്ത സമയത്ത് അതിന്റെ കണ്ടിന്യൂഷൻ ഒന്നും ഇല്ല കേട്ടോ. ലൈവിൽ നമ്മൾ മെസ്സേജ് അയക്കുന്നതിന്റെ ബാക്കി നമ്മൾ ലൈവിലേ ചെയ്യും. സലാംഖാൻ ഞാൻ വിട്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റോ ആരൊന്നും നോക്കിയ. ഓക്കെ ഓക്കെ ഞാൻ ക്ലാസ്സിലിരുന്നു. അപ്പൊ ഇങ്ങനെ മെസ്സേജ് എന്ത് തോരാ അതില് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായി. അപ്പൊ അവർക്ക് ഇങ്ങനെ ഒരു മിനിറ്റ് മാറി ഒരു ഫാമിലി വന്നിട്ടുണ്ട്. ഒരു ചെറിയ കുട്ടിയും ഒരു അമ്മയും ഒരു മോനും കാണാനെന്നാ പറഞ്ഞത്. ഞാൻ ഇപ്പൊ വരാം. ഇങ്ങോട്ടേക്ക് വിളിക്കണോ? അവർ വരുമോന്നറിയില്ല. വരുന്നോന്ന് ചോദിക്കും. ഇങ്ങോട്ട് വരുന്നോന്ന് ചോദിക്കാം. അവർക്ക് സമ്മതമാണെങ്കിൽ മാത്രം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അല്ലെ ഞാൻ പുറത്തേക്ക് വരാം. ഫാമിലി വന്നിട്ടുണ്ടല്ലോ, ചെറിയ കുട്ടിയല്ലോ. ഓജോ ബോർഡ് നമുക്ക് കളിക്കണം. ഓജോ ബോർഡ് എടാ ഓജോ ബോർഡ് എത്ര ആയാലോ പറയും. ആടാ ഹായ് ഹലോ വാ ചെയർ എടുത്ത. എടാ കുടിക്കാന്ന് എടുക്കടാ. ഗസ്റ്റ് വന്നിട്ട് കുടിക്കാന്ന് എടുക്ക. ഇതെന്താ ബർത്ത്ഡേ ആണോ? 1 മില്യണോ? 1 മില്യൺ കേക്കോ ശരിക്കും? ബ്രോ അതെന്താ താങ്ക് യു. എന്താ ചേച്ചിന്റെ പേര്? ഇതാ പേരെന്താ? അതിൻ. പേരെന്താ? അമയ. നിങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? +2 8th ആ ഹാപ്പി 1 മില്യൺ MRG തൊപ്പിതാട്ട് കേക്കടാ ചാറ്റ്. ബ്രോ നമ്മള് പോലും കേക്ക് കുറിച്ച് ആഘോഷിച്ചില്ല. താങ്ക് യു അമ്മ. താങ്ക് യു. നമുക്ക് അല്ല അവിടെ സോഫയിൽ ഇരുന്നോ. താങ്ക് യു. നിങ്ങൾ എവിടെ? വീട് എവിടെയാ? ആസ്റ്ററിന്റെ എവിടെയാണോ? ഇപ്പൊ അവിടുന്ന് വരുന്നതാണോ? എങ്ങനെ വന്നു? ഊബറോ ആണോ? അല്ല ഇങ്ങോട്ടേക്കായിട്ട് വന്നതാണോ അതോ ഇവിടെ വേറെ ആവശ്യത്തിന് വന്നപ്പോ കേറിയാണോ? ഇങ്ങോട്ടേക്കായിട്ട് വന്നതോ? അമ്മക്കൊരു വാശി. ഇന്നലെ സൂപ്പർ ചാറ്റ് നീയാ? ഏത് മറ്റേ എന്റെ അമ്മേനെയും കൂട്ടിട്ട് ഞാൻ വന്നോട്ടെ. ഓ ഗൈസ് ഇന്നലെ ഒരു സൂപ്പർ ചാറ്റ് വന്നിട്ടില്ല. എന്റെ അമ്മേനെയും കൂട്ടിട്ട് ഞാൻ വന്നോട്ടെ എന്നൊരു സൂപ്പർ ചാറ്റ് വന്ന ഓർമ്മണ്ടാ? അതാ ഏത്? നമുക്ക് കേക്ക് ഇതാക്കാം. എന്തായാലും ഇപ്പൊ ഞാൻ ഇത് സെലിബ്രേറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. സത്യം പറയാം, ഞാൻ 1 മില്യൺ സെലിബ്രേറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ ചേച്ചി നമുക്കൊരു കേക്കല്ലായിരുന്നു. നോക്കണം എന്റെ മോനെ. ഹാപ്പി 1 മില്യൺ MRG തൊപ്പിതാട്ട്. നമുക്ക് എന്തായാലും ഇന്ന് ആഘോഷിക്കും. ഇന്ന് നമുക്ക് 1 മില്യൺ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് ഇതാണ് റൈറ്റ് വേ. എടാ ടേബിൾ ഒന്ന് എടുത്ത് വെക്ക്. ഓന്റെ തട്ടുകടിയും ഓന്റെ കൊറേ എടുത്തോണ്ട് ചുമ്മാ തമാശാക്കുന്നേട്ടാ. ഫാനോ അല്ല അത് കത്തിക്കണം എന്നുണ്ടോ? കത്തിച്ചാൽ നല്ല രസമാണ്. കത്തിക്കാം. ഇതെല്ലാം ധാരാളം. ഇതിലും ചെറുതാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. നിങ്ങളെങ്ങനെ വരാൻ തോന്നിയല്ലോ, അതിന് വലിയ കാര്യം. എങ്ങനെ എടാ എന്താ നിങ്ങൾ കാണിക്കണ്ട? സംസാരിക്കാൻ നിൽക്കുന്നില്ലേ? എന്തായിരുന്നു ചേച്ചി? അപ്പന്റെ ലൈവ് ആണോ? ഒരുമിച്ചോ? വേറെ ആരുണ്ട്? അപ്പൊ അച്ഛന് എവിടെയാ? അങ്ങനെ പറഞ്ഞ അപ്പൊ ഇവിടെ അല്ല, നാട്ടിലല്ല ആണോ? അതെന്താ പുള്ളി വരാണ്ടെന്ന്? ആണോ?
ഇന്നലെ ഞങ്ങൾ ചെറിയ പിണക്ക് പോയി. ആര്? ഞങ്ങൾ ചെറിയ പിണക്കം. ഞാനും മോനും. ആ അമ്മയായിട്ട് പണങ്ങി. പിണക്കം മാറ്റണം. ആ ഞാൻ ചുമ്മാ പറഞ്ഞു കാണുന്നു. ഞാൻ കൊണ്ടേ കാണിക്കാന്ന് പറഞ്ഞു. ചുമ്മാ തട്ടി വിട്ടാണ്. അമ്മ സീരിയസ് ആയിട്ട് എടുത്ത്. എന്തായാലും നന്നായി. തുടങ്ങി എനിക്ക് തൊപ്പിനെ കാണാൻ തൊപ്പിനെ മുകളിൽ വെച്ചാ ഇരിക്കൂല. ഞാൻ മൊത്തം വേർക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇതല്ലേ നമ്മളെ വീട്ടിലേക്ക് ഒരു ഫാമിലി ആയിട്ട് എല്ലാരും വരുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ആൾക്കാർ ഓരോ അച്ഛന്മാർ വരും, ചെറിയ കുട്ടികളെ ഇത്രയുള്ള ചെറിയ കുട്ടികൾക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇടയ്ക്ക് വരും. ആ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അതാ അതാ അതാ. ഇതെന്താ നിങ്ങൾ കാണിക്കുന്നത്? ഇത് ഏടെ ഇത് ആടെ വെച്ചാ കേക്കില് മോശം വരും. ഇത് മേഘത്തിൽ തീർന്ന് കത്തി കത്തി ഉണ്ടാക്കണ്ടപ്പോ തിന്നാൻ പറ്റുന്ന ഇതല്ലേ? ഇത് കഴിക്കാൻ പറ്റോ മേഘത്തിൽ? ഇതാണ് അമ്മ ഇവിടുത്തെ അവസ്ഥ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ കുറച്ച് മണ്ടന്മാരാ ഉള്ളത്. ആരാ ഏറ്റവും ഇഷ്ടം? എന്നാൽ ഏറ്റവും ഇഷ്ടം ആരാ? എന്നെ അല്ലാണ്ട് വേറെ ആളെ പേര് പറ. ജാസിയോ? ജാസിയോ? എടാ അമ്മ ഏറ്റവും ഇഷ്ടമല്ലാത്ത ആളേന്ന്. ഓ അപ്പൊ അമ്മമാർക്കെല്ലാം ഏറ്റവും ഇഷ്ടം ജാസിനാണ്. സർട്ടിഫിക്കറ്റ് കാണാമെന്ന ഏത് സർട്ടിഫിക്കറ്റ്? ആ CS സർട്ടിഫിക്കറ്റ് വീട്ടിലെടുത്ത് കൊണ്ടുവരാന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഇതാ ഒരുത്ത ഒരാള് ചാലഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ. ഏത് ഡാൻസ്? ആ മോണിക്ക അല്ലെ? അതാ അതാ എനിക്ക് കുറച്ച് നേരത്തെ ആക്കണല്ലോ ലൈവ് അല്ല, കുറച്ച് നേരത്തെ തുടങ്ങി നേരത്തെ നിർത്തണം. ആ മുറിക്കാം. എന്തായാലും ഹാപ്പി 1 മില്യൺ ഇതെങ്ങനെ പാടുക? നമ്മളെ 1 മില്യൺ സെലിബ്രേഷൻ നടക്കാൻ പോയതാ. ഓക്കെ, എന്തായാലും ഇത് ഇങ്ങനെ ആയിത്തീരുന്നു ഞാൻ വിചാരിച്ചില്ല കേട്ടോ. നമ്മള് സെലിബ്രേഷൻ സ്കിപ്പ് ചെയ്തത്. ഇത് ഇങ്ങനെ ഒരു സെലിബ്രേഷൻ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. റാമ്പും ഇല്ല. അതാ മമ്മു വിളിക്കണോ? പക്ഷെ മമ്മൂന് വേണ പണിഷ്മെന്റാ. വിളിക്കണോ? ചാറ്റ് സെലിബ്രേഷന് മമ്മൂനെ വിളിക്കണം. കേക്ക് കൊണ്ടു കൊടുത്താൽ മതി. കേക്ക് കൊണ്ടു കൊടുക്കാം. നോക്കാം എങ്ങനെ. കുഴപ്പമില്ല. ഞാൻ ഇപ്പൊ ഇതെല്ലാം ഊതണ്ടേ? എടാ മമ്മൂന് കൊടുക്കണം. മമ്മു ആണ് ആദ്യം മുതൽ എന്റെ കൂടെ ഉള്ള മമ്മോ. എടാ ഇല്ലടാ, സെലിബ്രേഷനിൽ മമ്മു ആണോടാ. ജസ്റ്റ് ഞാനൊന്ന് കേക്ക് കൊടുത്തോട്ടെ. മമ്മോ ഒറ്റ സെക്കൻഡ് ഒന്ന് വന്നടാ. ഒറ്റ സെക്കൻഡ് ഇപ്പൊ തന്നെ പോയിക്കോ. ഒറ്റ സെക്കൻഡ് ഒന്ന് വാ, പെട്ടെന്ന് ഓടി വാ. മമ്മോ വൺമില്യൺ സെലിബ്രേഷൻ. എന്താ എനക്ക് വരുന്നില്ലേ? അവിടെ മുറിച്ചു കൊടുക്കണം. മുറിച്ചിടാം. എടുത്തോ. ഇങ്ങനെ പേടിക്കണ്ട. നമ്മളെല്ലാം ലൈവില് ചുമ്മാ കാണിക്കുന്നത്. നമ്മളങ്ങനൊന്നും അല്ല. നമ്മൾക്ക് പേടിക്കണ്ട കേട്ടോ. നമ്മള് പെട്ടെന്ന് ഭ്രാന്തം കളി കളിക്കൊന്നും പേടിക്കണ്ട കേട്ടോ. ഷെമീന് കൊടുത്തിട്ടുണ്ടായില്ല. മെൽവിനാടാ പുറത്തുണ്ടാവും. ഒന്ന് വിളിച്ചാ ഗൈസ്. W സെലിബ്രേഷൻ. താങ്ക് യു ഗൈസ്. താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട്.
ഇതൊരു W1 million സെലിബ്രേഷൻ ആയിട്ടാണ്. ഞാൻ സ്കിപ്പ് ചെയ്ത സംഭവം ഇങ്ങനെ ആയിത്തീരുന്നു ഞാൻ വിചാരിച്ചില്ല. എൻ്റെ സ്വപ്നത്തിൽ പോലെ ഞാൻ വിചാരിച്ചില്ല. ഒരു W ആണ്, കാര്യം പറയാ. ഒന്ന് വെള്ളം തരുമോ? എടാ പൈപ്പിൽ വെള്ളമില്ല, ഒന്ന് വെള്ളം തരുമോ? പൈപ്പിൽ വെള്ളമില്ല. അപ്പൊ അമ്മ താങ്ക് യു. അമ്മേന്ന് വിളിക്കണ്ട. 32 വയസ്സേയുള്ളൂ. സോറി. ആ പൊതുവെ ആൾക്കാർക്ക് അങ്ങനെ വിളിക്കുന്നത്. അപ്പൊ നിങ്ങളെന്തായാലും ആഗ്രഹമാണ് ആലോചിച്ചില്ലേ? അപ്പൊ താങ്ക് യു. താങ്ക് യു അമ്മ. താങ്ക് യു. നമ്മള് വിചാരിച്ചില്ല ഇങ്ങനെ ഒരു സർപ്രൈസ്, നമ്മള് വിചാരിച്ചില്ല. മെൽവിന കേക്ക് കേൾക്കാം. ഫോട്ടോ എടുക്കുന്നോ? വാ എടുക്കാം. മോട്ടറിൽ വെള്ളം വന്നോ? വന്നില്ല. എന്താണ് ഒരാള് വീട്ടിലേക്ക് വരുമ്പോ മോട്ടറിൽ വെള്ളമില്ല എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥയാണെന്ന് അത്. ഇത് ഇവിടുന്ന് കഴിക്കോ? സോറി കേട്ടാ, ഇത് കറക്റ്റ് സമയത്ത് കറണ്ടും പോയി മോട്ടർ ഇടാനും പറ്റിയില്ല. അതാ വീട്ടിലേക്ക് വരട്ടെ. നമുക്ക് ഇവരെ വീട്ടിലേക്ക് പോവാ. ഒരു സർപ്രൈസ്. ഓക്കെ, ഒരു സംഭവം ഉണ്ട്. നമ്മള് വീട്ടിലേക്ക് വരാം. എവിടെ വീട്? എവിടെയാ? ചിറ്റൂർ ഫെറിയോ? ഓക്കെ, നമ്മളെന്തായാലും അങ്ങോട്ട് വരാം അല്ല. ഓക്കെ, എന്തായാലും വരും, ഉറപ്പായിട്ട് വരും. അത് സർപ്രൈസ് ആയിട്ട് വന്നോളാം നമ്മള്. അല്ലെങ്കിൽ ആരോടും വിളിക്കാൻ നമ്പർ ഉണ്ടോ? ആരെങ്കിലും നമ്പർ ഒന്ന് കൊടുത്താ. നമ്പർ കൊടുത്താ, പിന്നെ കൊടുത്ത. എന്താ ജാസി ഇത്? ഒരു ഗസ്റ്റ് കയറി വന്നിട്ട് നീ വെൽക്കം ഡ്രിങ്ക് പോലും നീ കൊടുത്തില്ല, ഒരു ചായ പോലും നീ കൊടുത്തില്ല. ഇനി എന്ത് ചായ? ഗിഫ്റ്റ് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാം. നമുക്ക് സർപ്രൈസ് ആയിട്ടൊരു ഗിഫ്റ്റും കൊണ്ട് നാളെ അവരുടെ അടുത്തേക്ക് പോവാം, അവരുടെ വീട്ടിലേക്ക് പോവാം. ഓക്കെ, നമ്മളെന്തായാലും വരും. നമ്മള് ഒരു സംഭവം ഉണ്ട്. ഇല്ല അയ്യോ ഒരിക്കലും ഇല്ല. ആണോ? വെള്ളം ഇത് എവിടെ നിന്ന് എടുത്ത് കുടിക്കാൻ പറ്റുന്നയാ? ഇത് പുറത്തുനിന്ന് എടുത്ത് പൈപ്പ് അവിടെ മാത്രം വെള്ളം വരും. നിന്നെ കാണുമ്പോ ഒരു കുത്താനൊന്നും വന്നു. നിന്റെ സോഡാ കുപ്പി കണ്ണടിയും ആ മോട്ടറിലെ മര്യാദക്ക് സമയത്ത് ഇട്ടിനെ എങ്ങനെ ആവോ? എടുക്കാം. എടാ ഒന്ന് എടുത്തോടുത്ത എൻ്റെ എടുക്കാം. ഞാൻ അയച്ചു തരാം. എൻ്റെ ഫോണിലെടുക്കും. നടുക്കൊക്കെ ഇവര് ക്യാമറയിൽ കണ്ടിട്ട് എന്നോടൊരു പേടി ഉണ്ട് തോന്നല്ലേ എല്ലാവർക്കും അല്ലേ? അതെയല്ലേ? അപ്പൊ ശരി, താങ്ക് യു. എന്തായാലും വരും. ഞാൻ അയച്ചേക്കാം. ഓക്കെ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം, അവരുടെ വീട്ടിലേക്ക് പോവാം. സ്പെഷ്യൽ ഫുഡാ ചപ്പാത്തി. Chat. Spam out the W's in the chat. Bro. What just happened? സ്ക്രിപ്റ്റ് ആടാ, സ്ക്രിപ്റ്റ് തന്നെ. എന്നാലും നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. എനിക്ക് അത്രയും സന്തോഷമായി. കാര്യം പറയാലോ, അത്രയും സന്തോഷമായി. ഊബർ ഡ്രോപ്പ് ദം ബാക്ക്. എടാ അവർ ഊബറിലല്ല വന്നത്. എടാ തിരിച്ചു കൊണ്ടാക്കണം. ഒന്ന് കൊണ്ടാക്കാൻ പറയണം. ആരെങ്കിലും ഒന്ന് പോ. മുന്നിനോട് കൊണ്ടാക്കാൻ പറ. അവരൊന്ന് കൊണ്ടാക്കണം. അവർ ഊബറിലാണ് വന്നത്. തിരിച്ചു കൊണ്ടാക്കും. മുത്തേ ഒരു സർപ്രൈസ് ഗിഫ്റ്റുമായിട്ട് അവരുടെ വീട്ടിലേക്ക് നമുക്ക് കയറി പോകണം. ഒരു പ്ലാൻ പറ, ചാറ്റ് പറ. നമുക്ക് മറ്റേ മുന്നു പോയിട്ടോ. നീ പോന്നാ മുന്നു വെച്ചാൽ നീ വീട്ടിൽ തന്നെ, നീ ഉള്ളിൽ തന്നെ ഇരിക്കല്ലോ. മമ്മു പുറത്തെല്ലാം ഒന്ന് പോയിട്ടോ. നീ അവരൊന്ന് ചേച്ചിനോടും ഇവരോട് സംസാരിക്കുന്നു. അപ്പൊ ഇതാവും ഒന്ന് മൈൻഡ് ഫ്രീ. അപ്പോ അവരൊന്ന് പോയിക്കോ.
കൊണ്ടാക്കിട്ടോ. ഡ്രോപ്പ് ദ മേഡം. എനിക്ക് പോകാൻ പറ്റില്ല. എനിക്ക് ഞാനിപ്പോൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ആരും ലൈവ്. എന്നാൽ പിന്നെ ഞാൻ പോട്ടെ. എന്നാ പിന്നെ ഞാൻ പോട്ടെ. അവിടെ മുന്നിൽ അയച്ചിട്ടുണ്ട്. മുന്നിൽ ഡ്രോപ്പ് ചെയ്തോളൂ.